അപ്പൊ ഹലോ ഗായ്സ്, എല്ലാവർക്കും ഫുഡ് ട്രാവൽ മെമ്മറീസിന്റെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റൽ ബാഗ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പം വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പൊ എനിക്ക് 9th month ആയി. ഇനിയിപ്പോ അധികം ദിവസമില്ല, 2 ആഴ്ചയേ ഉള്ളൂ. അപ്പം എല്ലാം ബാഗെല്ലാം സെറ്റ് ചെയ്യണം, കാരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിൽ ഓടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ബാഗ് റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പൊ എന്തൊക്കെ ഐറ്റംസ് ആണ് അത്യാവശ്യം ബേസിക് ആയിട്ട് വേണ്ടതെന്നുള്ളതാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുഞ്ഞിന് വേണ്ടിയുള്ളതൊന്നും നമ്മളിപ്പം വാങ്ങിക്കുന്നില്ല, എല്ലാം നമ്മൾ കുഞ്ഞ് വന്നതിന് ശേഷമേ വാങ്ങിക്കുള്ളൂ. പക്ഷെ കുറച്ച് പഴയ മുണ്ട് കഴുകി നമ്മൾ സാനിറ്റൈസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ കുഞ്ഞിന് വേണ്ടിയുള്ളതൊന്നും ഞാനിപ്പോ ഈ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതായത് അമ്മമാർ പ്രസവിക്കാൻ പോകുന്ന അമ്മമാർക്ക് എന്തൊക്കെ പ്രസവം കഴിഞ്ഞ് വേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പൊ ഞാൻ കുറേ എന്താ പറയാ ചെക്ക് ലിസ്റ്റുകൾ നോക്കിയായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എന്തൊക്കെ കൊണ്ട്, കാരണം എനിക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. പിന്നെ നമ്മുടെ അമ്മമാരോട് ചോദിച്ചാൽ അവർക്കും പണ്ടത്തെ ഒന്നും ഓർമ്മയില്ല. അവര് പോയി പ്രസവിച്ചു തിരിച്ചു വന്നു എന്നുള്ളതാ പറയുന്നത്. അപ്പൊ അവർക്കും അറിയില്ല എന്താ. ഇപ്പത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളൊരു 3-4 ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും പ്രസവം കഴിഞ്ഞ്. അപ്പൊ എന്തൊക്കെ വേണം എന്നുള്ളത് എനിക്ക് യൂട്യൂബാണ് ഗൈഡ് ചെയ്തത്. കുറെ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ ബേസിക് ആയിട്ട് വേണ്ട. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നൊരു ചെക്ക് ലിസ്റ്റ് തന്നു. അതിന്റെ ബേസിലാണ് ഞാൻ മെയിൻ ആയിട്ട് ഇതെല്ലാം പാക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാൻ പാക്ക് ചെയ്ത് വെക്കുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട മെറ്റേണിറ്റി സാനിറ്ററി പാഡ്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പ്രസവം കഴിയുമ്പോൾ തന്നെ നമുക്ക് ബ്ലീഡിങ് ഒക്കെ കാണും. അപ്പൊ നമുക്ക് നോർമൽ സാനിറ്ററി പാഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അതിനു വേണ്ടി കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പാഡാണ് ഈ മെറ്റേണിറ്റി സാനിറ്ററി പാഡ്. ഇത് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്, ഓൺലൈൻ. കാരണം ചിലതൊന്നും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ അല്ല. അപ്പം ഇത് അങ്ങനെ ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വന്നതാണ് അതിൻ്റെ ഫിക്സേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പാഡാണെങ്കിൽ അത് ഇടാൻ വേണ്ടിയുള്ള പാൻറ്റീസ് പോലത്തതാണിത്. ഇതിന്റെ അകത്താണ് നമ്മൾ ഈ പാഡ് ഇട്ട് യൂസ് ചെയ്യേണ്ടത്. ആക്ച്വലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള സമയത്ത് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഫ്ലോ കൂടുതലായിരിക്കും ആ സമയത്ത്. നോർമൽ പീരിയഡ്സിൽ വരുന്ന പോലത്തെ ഒരു ഫ്ലോ അല്ലായിരിക്കും. അപ്പൊ ആ സമയത്ത് ഫ്ലോ കൂടുതൽ അനുസരിച്ച് കൂടുതൽ മീൻസ് നല്ല തിക്കായിട്ടുള്ള ഒരു പാഡാണിത്. അപ്പൊ ഇത് മേടിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അല്ലേ? അതെ, ഇത് ഡെഫിനറ്റ്ലി നല്ല ഹോസ്പിറ്റലിൽ അവർ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ നമുക്ക് എക്സ്ട്രാ വേണ്ടി വന്നാൽ നമ്മൾ ഒരെണ്ണം കരുതി വെക്കുന്നത് നല്ലതാണ്. എന്തായാലും ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യും ബിഗിനിങ്ങിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ തുണി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്കൊന്ന് ഇൻഫെക്ഷൻ വരാൻ ചാൻസസ് കൂടുതലായിരിക്കും. പണ്ടുള്ളവരൊക്കെ തുണിയാണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. അപ്പം അത് കാരണം തന്നെ നമ്മുടെ അവിടെ യൂറിനറി അവിടുത്തെ കുറെ ഇൻഫെക്ഷൻസും അലർജീസും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനേക്കാൾ നല്ലത് നമുക്ക് യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള പാഡ് ആണ് ഇത്. അപ്പൊ നമുക്ക് മാറ്റി കളഞ്ഞാൽ മതിയല്ലോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ? അതെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി. എനിക്കിത് ഓൺലൈനിൽ വലിയ എമൗണ്ട് ആയിട്ടില്ല, 300 സംതിങ് ആയിട്ടുള്ളൂ. എല്ലാവരും ഇത് അത്യാവശ്യമായിട്ട് എന്തായാലും കരുതിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെയൊക്കെ എന്തൊക്കെ യൂസ് വരും എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഡോക്ടേഴ്സ് പറഞ്ഞ പ്രകാരം ഉള്ള ചെക്ക് ലിസ്റ്റ് പ്രകാരം സേഫർ സൈഡിൽ അവസാന നിമിഷം ഇപ്പം ഞാൻ അഡ്മിറ്റഡ് ആയിരിക്കും, പിന്നെ എല്ലാവരും ഈ കുഞ്ഞിന്റെ പുറകെയും അല്ലാതെ തിരക്കിലായിരിക്കും. അപ്പം ആരും ഒന്നും ഓടേണ്ടി വരാൻ പാടില്ല. എല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇതാണ് ഫസ്റ്റ് അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. പിന്നെ നമ്മളിപ്പം ഇടുന്ന ഇന്നേഴ്സ് ഒന്നും അല്ലായിരിക്കും നമുക്ക് ഇനിയിപ്പോൾ പ്രസവിച്ച് കഴിയുമ്പോൾ ഇടേണ്ടത്. അതെല്ലാം മാറ്റി പുതിയ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഇന്നേഴ്സ് ഒക്കെ വേണം, കാരണം കുഞ്ഞിനെ ഫീഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ കുറച്ച് ബ്രാ ആണിത്. മെറ്റേണിറ്റി ബ്രാ ആണ്. നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ബട്ടൺസ് ഉണ്ട്, ഫീഡ് ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം കുറച്ച് ബട്ടൺസ് ഉണ്ട്, അത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഫീഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ബേബിന്. പാഡഡും ആണ്. അപ്പൊ നമുക്കൊരു പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല, കാരണം നമ്മൾ മിൽക്ക് വരുന്ന സമയത്ത് അതൊന്നും ഡ്രസ്സിലൊന്നും ആവാതെ പാഡ് ആയതുകൊണ്ട് അതിൽ തന്നെ ആയിക്കോളും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഞാനൊരു 5-6 എണ്ണം കരുതിയിട്ടുണ്ട്. എന്തായാലും ഇത് ഹോസ്പിറ്റലിൽ കഴിഞ്ഞാലും പിന്നെ നമുക്ക് ആവശ്യമുണ്ടല്ലോ. ഇതും ഫ്ലിപ്കാർട്ടിൽ തന്നെ വാങ്ങിച്ച, ഓൺലൈനാണ് വാങ്ങിച്ചത്. കുറെ സൈറ്റ് ഉണ്ട് ഇതിന്റെ, എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറെ സൈറ്റ്സ് ഉണ്ട് ഇന്നർ ഗാർമെന്റ്സിന് വേണ്ടി. ഇത് എനിക്ക് അറൗണ്ട് ഒരെണ്ണത്തിന് പാഡ് ഇതിന് ആയത് 350 സംതിങ് ആണ് ഒരെണ്ണത്തിനായത്. അതുപോലെ തന്നെ പാൻറ്റീസ്, നമുക്ക് മെറ്റേണിറ്റി പാൻറ്റീസ് ഉണ്ട്. കുറച്ചുകൂടി ലൂസായിട്ട്, നമ്മൾ ഒത്തിരി ടൈറ്റ് ആയിട്ട് ഇടാൻ പറ്റത്തില്ല. അപ്പം കുറച്ച് ലൂസായിട്ടുള്ള പാൻറ്റീസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ ബേസ് വേണ്ട കാര്യങ്ങളാണ്.
പിന്നെ വെറ്റ് വൈപ്സ് നമുക്കും ആവശ്യമാണ്, ബേബിക്കും ആവശ്യമാണ്, എല്ലാത്തിനും വെറ്റ് വൈപ്സ് അത്യാവശ്യമാണ്. അപ്പം ഇത് എപ്പോഴും കഴുകുന്നത് നല്ലത്. ഞാൻ ഇപ്പൊ സോഫ്റ്റൻസിന്റെ അൺസെന്റഡ് പ്യുവർ വാട്ടർ വെറ്റ് വൈപ്സ് ആണ് കരുതിയത്. ഒരിക്കലും സെന്റഡ് വെറ്റ് വൈപ്സ് വാങ്ങിക്കില്ല, അത് കുഞ്ഞിനായാലും നല്ലതല്ല, നമ്മുടെ സ്കിന്നിനും നല്ലതല്ല. ഇത് പ്യുവറായിട്ട് വാട്ടർ വൈപ്സ് ആണ്. 99.9% വാട്ടർ ആണ് ഇതിൽ ഉള്ളത്. നല്ലൊരു ബ്രാൻഡുമാണ്. ഇതും ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വേണ്ടത്, ഇതിപ്പം എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇത് ഒരെണ്ണം ഞാൻ റൂമിൽ ഇടാൻ വേണ്ടി ഒരു സ്ലിപ്പേഴ്സ് വാങ്ങിച്ചു. ഇതും ഓൺലൈൻ വാങ്ങിച്ചു. പിന്നെ ഒരു ബാത്റൂമിൽ ഇടാനുള്ള സ്ലിപ്പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് ഇതുവരെ ഡെലിവറി ആവാൻ പോകുന്നതേ ഉള്ളൂ. അത് വന്നിട്ട് നമുക്ക് ബാത്റൂമിൽ സ്കിഡാവാതിരിക്കാൻ വേണ്ടിയുള്ള ടൈപ്പുള്ള ഒരു ചെരുപ്പാണ്, സ്ലിപ്പേഴ്സാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ അടുത്തതായിട്ട് ഒരു വാട്ടർ ബോട്ടിലാണ്. ഇതൊരു സിപ്പർ വാട്ടർ ബോട്ടിലാണ്. ഇത് ഞാൻ വാങ്ങിക്കാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പം അല്ലെങ്കിൽ പ്രസവശേഷം നമുക്ക് ഫുള്ള് കിടന്നുകൊണ്ടായിരിക്കും നമ്മൾ കിടക്കുമായിരിക്കും. കാരണം നടുവേദന, നമുക്ക് ചിലപ്പോൾ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം ആ സമയത്ത് നമുക്ക് എപ്പോഴും എണീറ്റിരുന്ന് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് കിടന്നുകൊണ്ട് തന്നെ സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഒരു സിപ്പർ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചത്. 1 ലിറ്ററിന്റെ വാങ്ങിച്ചത്. കാരണം ഒത്തിരി 2 ലിറ്ററിന്റെ വാങ്ങിച്ച എനിക്ക് ചിലപ്പം പൊക്കാൻ ബുദ്ധിമുട്ട് വന്നാലോ എന്ന് കരുതിയിട്ട്, വെള്ളം കൂടെ വരുമ്പോൾ വെയിറ്റ് വരുമല്ലോ. അപ്പം അതുകൊണ്ട് 1 ലിറ്ററിന്റെ. പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഏറ്റവും ഇത് നോക്കേണ്ടത് വെള്ളം കുടിക്കുക അല്ലേ? വെള്ളം എപ്പോഴും, മുന്നേ ആയാലും ശേഷമായാലും വെള്ളം നന്നായിട്ട് കുടിക്കണം. കാരണം നമ്മള് ഇപ്പം സർജറി ചെയ്യുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ബാത്റൂമിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഇപ്പൊ നോർമൽ ഡെലിവറി ആണെങ്കിലും എല്ലാവരും പറയും നോർമൽ ഡെലിവറി ആകുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ എന്നാൽ പോലും നോർമൽ ഡെലിവറിക്കും അവര് കട്ട് ചെയ്യും. കുഞ്ഞ് വരുന്ന സമയത്ത് ഒരു ചെറിയ കട്ടിടും, സ്റ്റിച്ചിടും. അപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് തന്നെ ബാത്റൂമിൽ പോകാൻ. അപ്പൊ നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കാൻ പാടില്ല ബാത്റൂമിൽ പോകുമ്പോൾ എന്നാ ഞാൻ കേട്ടത്. അപ്പൊ ഇതെല്ലാം അപ്പം നമ്മൾ കൂടുതൽ വെള്ളം കുടിച്ചാലും അപ്പം നമ്മുടെ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ബാത്റൂമിൽ പോകാൻ പറ്റും. നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരത്തില്ല. അതുകൊണ്ട് എല്ലാവരും വെള്ളം കുടിക്കണം നന്നായിട്ട്. മാക്സിമം വെള്ളം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സും എല്ലാം കഴിക്കണം. അപ്പൊ അതിനു വേണ്ടി ഒരു സിപ്പർ ബോട്ടിൽ. പിന്നെ ഫ്ലാസ്ക് കരുതുന്നത് നല്ലത്. ചൂടുവെള്ളം കുടിക്കാൻ ഉള്ളവർക്ക് ഫ്ലാസ്ക് അത് ഞാൻ കരുതുന്നുണ്ട്. അതെല്ലാം വേറൊരു ലിസ്റ്റ്. ഇതിപ്പം മെയിനായിട്ട് എൻ്റെ സാധനങ്ങൾ മാത്രം. അപ്പം ഫ്ലാസ്കും കൂടെ കരുതിയത് നല്ലതാണ്. പിന്നെ വേണ്ടത് ഒരു ബോക്സ് ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട്. അവിടെ ഉണ്ട് ഹോസ്പിറ്റലിൽ, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ടിഷ്യൂ പേപ്പറും കൂടെ കരുതുന്നു. പെട്ടെന്നായിട്ടൊന്ന് എനിക്ക് ആവശ്യം വരുമ്പം അടുത്ത് തന്നെ വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാമല്ലോ, യൂസ് ചെയ്യാലോ. പിന്നെ ഒരു സാനിറ്റൈസർ. ഇതെല്ലാം ഹോസ്പിറ്റലിലുണ്ട്, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന്. പിന്നെ ഒരു ഹാൻഡ് വാഷ്. ഹാൻഡ് വാഷ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സാനിറ്റൈസർ ഏത് വേണമെങ്കിലും നല്ലൊരു സാനിറ്റൈസർ യൂസ് ചെയ്യാം. പിന്നെ ബ്രഷ്, പേസ്റ്റ്, എന്തൊക്കെ ബാത്റൂമിൽ നിങ്ങൾക്ക് വേണം, നിങ്ങൾ ടോയ്ലറ്ററീസ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതൊക്കെ കൊണ്ടുപോവുക. ടവൽസ് ഇപ്പം ഞാൻ തോർത്തെടുത്തിട്ടുണ്ട്. 2-3 തോർത്തെടുത്ത് വെച്ചോ. തോർത്ത ടവൽ നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ അതും എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഓരോ ഹോസ്പിറ്റലിലും ഓരോ രീതിയിലാണ്. അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ ചെക്ക് ലിസ്റ്റ് തന്നപ്പം ടോയ്ലറ്ററീസ് എടുത്തോളാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം പിന്നെ ബെഡ്ഷീറ്റ്സ് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർക്ക് അതും കൊണ്ടുപോകും. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റലിൽ എപ്പോഴും വന്ന് മാറ്റിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല അവര് ബെഡ്ഷീറ്റ്സിന്റെ കൂടെ ഓരോ അഡീഷണൽ ഷീറ്റ്സ് എന്തൊക്കെ സംഭവങ്ങൾ ഇടും നമ്മൾ കിടക്കുമ്പോൾ എന്തെങ്കിലും ലീക്കേജ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ബെഡ്ഷീറ്റ് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പിന്നെ ഓവറായിട്ട് ഹൈജീൻ ഉള്ളവർ വേണമെങ്കിൽ കൊണ്ടുപോകാം, അവരവരുടെ യൂസ് ചെയ്യത്തുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. പക്ഷേ ഇച്ചിരി ഒരു ചെറിയ OCD അല്ലേ, ഇച്ചിരി ഹൈജീന്റെ ഒരു ഇച്ചിരി കൂടുതൽ നോട്ടം. പക്ഷെ ആക്ച്വലി നല്ലതാ. കാരണം അങ്ങനെ വന്ന ശേഷം ഞാനും ഇച്ചിരി ഹൈജീൻ ആയി നോക്കിയിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ് അത്. അങ്ങനത്തെ പക്ഷെ അങ്ങനെയുള്ളവർക്ക് എല്ലായിടത്തും പോയി അഡ്ജസ്റ്റ് ആവാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. പക്ഷെ നമ്മള് അത് ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചോണ്ട് എന്തിനാ ഇത്ര വൃത്തി, പക്ഷെ ആക്ച്വലി നല്ലതാ. കാരണം നമ്മള് രോഗങ്ങളിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുന്ന ഏറ്റവും നല്ല. കാരണം നമുക്കും ബുദ്ധിമുട്ടാ, നമ്മുടെ അതാണ് സംഭവം. ബ്രഷും പേസ്റ്റും കൂടെ എടുക്കുക. അതൊക്കെ ലാസ്റ്റ് നിമിഷം എടുത്താൽ മതിയല്ലോ.
പുതിയ ബ്രഷ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അത് വെക്കണം. പേസ്റ്റ് ഓൾറെഡി ഉള്ളത് തന്നെ കൊണ്ടുപോകുക, അതാകുമ്പോൾ പിന്നെ യൂസ് തീർന്നാൽ നമുക്ക് കൊണ്ട് കളയാലോ. അതിന് ചെറിയൊരു എന്താ പറയുക, ഒരു പേസ്റ്റ് കൊണ്ടുപോവുക. പിന്നെ ചീപ്പ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരുങ്ങണമെങ്കിൽ, അങ്ങനെയൊക്കെ സുന്ദരിയായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളും കൂടെ കൊണ്ടുപോവുക. കുഞ്ഞു വരുമ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ ഇടുമല്ലോ, അപ്പൊ അതിനൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ മെറ്റേണിറ്റി നമ്മൾ എൻജോയ് ചെയ്യണം, ടെൻഷൻ അടിക്കാൻ പാടില്ല. ഞാൻ അടിക്കത്തില്ലെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. പക്ഷെ മാക്സിമം ഞാൻ എന്താ പറയാ, ഞാൻ ഒന്നും ഗൂഗിൾ ചെയ്യാറില്ല. കാരണം എല്ലാവരും ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് ഇൻസ്റ്റയില് കുറെ ആവശ്യമില്ലാത്തത്, മീൻസ് എന്തൊക്കെയോ ഇൻഫർമേഷൻസ് ഇപ്പം ഇൻസ്റ്റയിലും കൊടുക്കുന്നുണ്ട്, എന്താ യൂട്യൂബിലും കൊടുക്കുന്നുണ്ട്. നമ്മൾ അതൊന്നും നോക്കണ്ട. പക്ഷെ നമ്മുടെ ഡോക്ടറിനോട് പോയി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ ഒരുപാട് ഇങ്ങനെ നമ്മൾ പ്രഗ്നന്റ് ആണ് അയ്യോ എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. നോർമലായിട്ട് ഇരിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ടൈമിന് കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായിട്ട് ഉറങ്ങുക. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്റെ കാര്യത്തിൽ എനിക്ക് അതാണ്, നന്നായിട്ട് ഉറങ്ങുക. പിന്നെ കൂടുതൽ അയ്യോ ഞാൻ പ്രഗ്നന്റ് ആണ്, അത് അസുഖം പോലെ കൺസിഡർ ചെയ്ത്, അല്ലെങ്കിൽ വയ്യായ്ക പോലെ കൺസിഡർ ചെയ്ത് നടക്കേണ്ട ആവശ്യമില്ല. പാർട്ടാണ് നമ്മുടെ ഒരു ബോഡി നേച്ചർ. അതെ, ഇപ്പൊ എനിക്കിപ്പോ എല്ലാം നോർമൽ ആണെന്ന് വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ ആണല്ലോ. ചിലർക്ക് സീരിയസ് സിറ്റുവേഷൻ ഉള്ളവരും ഉണ്ട്. അപ്പൊ അതൊക്കെ അത് പറഞ്ഞേ, പക്ഷെ നമ്മുടെ മൈൻഡാണ് എല്ലാം സത്യം പറഞ്ഞത്. നമ്മള് പിന്നെ ഫാമിലി സപ്പോർട്ട് അത് വളരെ അത്യാവശ്യം. ഇപ്പൊ ഹസ്ബൻഡ് ആയാലും പേരൻസ് ആയാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ. ഞാൻ എവിടെ കണ്ടു, നമ്മള് പ്രഗ്നൻസി സമയത്ത് നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്തത് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല, ഒരു ലേഡീസ് മറക്കത്തില്ല. വളരെ സത്യമായിട്ടുള്ള കാര്യം. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ കെയറും എല്ലാം വേണ്ട ഒരു സമയം, അതുപോലെ ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ളൊരു സമയം. അപ്പം ആ സമയത്ത് ഫാമിലി സപ്പോർട്ടും എല്ലാം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാക്കാം. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നമുക്ക് ഇപ്പം സപ്പോർട്ടൊന്നും ഇല്ല, സിംഗിൾ മദേഴ്സ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ മൂവീസ് കാണുക. 9th month വരെയൊക്കെ നിങ്ങൾക്ക് മൂവീസ് കാണാം, ഒരു പ്രശ്നമില്ല. അൺലെസ് ആ വോയിസ് ഭയങ്കര അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂവീസ് കാണാം. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ എൻജോയ് ചെയ്യാൻ പഠിക്കുക, അത്ര ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം നമ്മൾ വരുന്ന കുഞ്ഞിന് നമ്മുടെ ഒരു വിഷമവും ഒന്നും എഫക്റ്റ് ആവാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഞാൻ മാക്സിമം എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതൊന്ന് മറക്കാൻ ശ്രമിക്കും. ഭാഗ്യത്തിന് എനിക്ക് അങ്ങനെ വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. വിവേക് എപ്പോഴും എന്താ പറയാ ചിൽവില്ലായിട്ട്, വിവേകം ജോളിയാണ്, എല്ലാത്തിനും ആവശ്യത്തിന് കെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ മൂഡ് സ്വിങ്സ് ഉണ്ടായിട്ടില്ല. സാധാരണ പീരിയഡ് സമയത്ത് മൂഡ് സ്വിങ്സ് ഉണ്ടാകുമ്പോൾ ഞാൻ വിവേകിനെ ഇട്ട് ടോർച്ചർ ചെയ്യും. അതായത് പ്രഗ്നൻസി സമയത്ത് എനിക്ക് അങ്ങനത്തെ മൂഡ് സ്വിങ്സ് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതാണ് എനിക്ക് എല്ലാം മോം ടു ബീസ് എന്ന് എല്ലാവരോടും പറയാനുള്ളത്. ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് സാധനം മെറ്റേണിറ്റി വെയർ ആണ്. ഇത് ഞാൻ വാങ്ങിച്ചത് പ്രീതി ഷേപ്പ് വെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചത്. പെയ്ഡ് പ്രൊമോഷൻ അല്ല, പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല. കാരണം ഞാൻ കുറെ തപ്പി എവിടുന്ന് കിട്ടും, എനിക്ക് അറിയത്തില്ല ഇൻഫർമേഷൻ, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആരും ഗൈഡ് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എവിടെ കിട്ടും, ഇതൊക്കെ കിട്ടും എന്ന് അന്വേഷിച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആയ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ പ്രീതി ഷേപ്പ് വെയർ എന്ന് പറഞ്ഞൊരു പേജുണ്ട്, അവിടുന്ന് വാങ്ങിച്ച കുറച്ച് മെറ്റേണിറ്റി വെയർ. ഇനി കുറച്ച് 2-3 ഞാൻ 3 എടുത്തുള്ളൂ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി. ഇതാവുമ്പം ഇതിന്റെ യൂസ് എന്താന്ന് വെച്ചാല്, പണ്ടൊക്കെ നമ്മള് സിബ് ഇട്ടാണ് എന്താ ഡ്രസ്സ് മീൻസ് ഫീഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇതൊരു ടോപ്പ് ഇങ്ങനെ ഇച്ചിരി കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരെണ്ണം കളർഫുൾ എടുത്തു. സാധാരണ ഞാൻ ഇങ്ങനത്തെ കളർഫുൾ എടുക്കത്തില്ല, ഞാൻ ഒരു ന്യൂഡ് ഷെയ്ഡോ അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ എടുക്കത്തുള്ളൂ. പക്ഷെ എനിക്ക് എന്തോ തോന്നി ഒരു സന്തോഷം ഫീൽ ചെയ്യും, ഒരു ജിൽബിൽ ആയിക്കോട്ടെ എന്ന് കരുതി. ഇതിങ്ങനെ വരും, ബാക്കിൽ കെട്ടാൻ ഒരു വള്ളിയുണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ലാർജ് സൈസ് എടുത്തേക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഓപ്പണിംഗ് വരുന്നത്. ഫ്രണ്ട് ഓപ്പൺ അല്ലേ? സാധാരണ സൈഡ് ഓപ്പൺ ആ വരാറ്. അതെ, ഫ്രണ്ട് ഓപ്പൺ വരും. നമുക്കിത് താത്ത് വെച്ചിട്ട് നമുക്കിത് ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നല്ല മെറ്റീരിയൽ തോന്നുന്നു, നല്ല ബനിയൻ മെറ്റീരിയൽ. ഇതിന്റെ നേരത്തെ ഞാൻ വാങ്ങിച്ച് ഇത് യൂസ് ചെയ്യാത്തതാണ്, വാങ്ങിച്ച് യൂസ് ചെയ്ത മെറ്റീരിയൽ ഉണ്ട് ഓൾറെഡി, മീൻസ് ഡ്രസ്സ് ഉണ്ട്, ഒരു കംപ്ലൈൻസും ഇല്ല, നല്ല അടിപൊളി മെറ്റീരിയലാണ്. പിന്നെ ഇത് ഓഫർ സമയത്ത് നിങ്ങൾ നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഒരെണ്ണം 500 ആ റേഞ്ചിൽ കിട്ടും ഒരു ഡ്രസ്സ് വന്നിട്ട്.
ഓഫർ ഇല്ലാത്ത സമയത്താണെങ്കിൽ കുറച്ച് 700 സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഞാൻ 2 ടൈം വാങ്ങിച്ചപ്പോഴും ഓഫർ സമയത്ത്, കാരണം വിമൻസ് ഡേന് വാങ്ങിച്ചു, അപ്പോൾ എനിക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടി. 400 സംതിങ് ആയുള്ളൂ. ഇപ്രാവശ്യം ഞാൻ അല്ലാതെ അവരുടെ എന്തോ ഒരു ഓഫർ നടക്കുന്നതുകൊണ്ട് വാങ്ങിച്ചപ്പോൾ 500 സംതിങ് ആണ് ഒരു ഡ്രസ്സ് കിട്ടിയത്. അല്ലാതെ കടയിൽ നിന്ന് നമുക്ക് സിബുള്ളത് വാങ്ങിക്കാൻ ഏത് കളർ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. എനിക്ക് ഇത് ഈ മെറ്റീരിയൽ മീൻസ് എന്താ പറയുക, ബനിയൻ മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ ഇതാ പ്രിഫർ ചെയ്യുന്നത്. ഈ കോട്ടൺ അല്ലെങ്കിൽ പോളിസ്റ്ററിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇതാണ് കുറച്ചുകൂടെ എനിക്ക് കംഫർട്ടബിൾ. അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചു. ലാസ്റ്റ് ആയിട്ട് എനിക്ക് വേണ്ടുള്ള സാധനം, നമ്മളെന്തായാലും വീഡിയോ ഒക്കെ എടുക്കുമല്ലോ, നമ്മൾ സുന്ദരി ആയിട്ട് ഇരിക്കണമല്ലോ, അതുകൊണ്ട് തിരിച്ചു വരുമ്പോഴാണുള്ള പുതിയ ഡ്രസ്. ഇത് എല്ലാവരും പറയും ഹോം കമ്മിങ് വീഡിയോന് വേണ്ടിയുള്ള ഡ്രസ്സാണ്. ഇതൊരു കോഡ് സെറ്റ് ആണ്, പാന്റും. ഇതൊക്കെ ഇട്ട് ഞാൻ വരുന്ന അവസ്ഥയായിരിക്കുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ആഗ്രഹം, പക്ഷെ എന്റെ ആഗ്രഹം മറ്റേ സന്തോഷമായിട്ട് കുഞ്ഞിനെയും പിടിച്ച് വീട്ടിലോട്ട് കയറി വരുന്നതാണ്. പക്ഷെ എന്റെ ഇനി വേദനയൊക്കെ കൊണ്ട് ഭ്രാന്തിയായ അവസ്ഥയിലാണോ ഞാൻ വരുന്നത് എനിക്ക് അറിയത്തില്ല. എങ്ങനെയാണെങ്കിലും ഇതിട്ടോണ്ട് വരും. ഇത് പറഞ്ഞാൽ നമ്മള് ഡബ്ല്യൂന്ന് ഓഫറിൽ വന്നപ്പം വാങ്ങിച്ചൊരു, അതെ അതെ, അവിടെ ഡബ്ല്യൂല് ഒരു സ്ലിപ്പറിന് 2000 രൂപയുടെ സ്ലിപ്പർ 500 രൂപയ്ക്ക് കൊടുക്കുന്നു. 4000ന്റെ സ്ലിപ്പേഴ്സിന് ചെരുപ്പ് നമ്മളിടുന്ന പുറത്തിടുന്ന സാൻഡിൽസ് 750 രൂപ. സ്റ്റാഫ് തന്നെ പറഞ്ഞു ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒക്കെ ഓഫേഴ്സ് വരുന്നത്. അപ്പൊ അന്ന് ഓഫറിന് വാങ്ങിച്ച ഒരു കോഡ് സെറ്റ് ആണ്, ഫ്ലോറൽ പ്രിന്റ് ഉള്ള. അപ്പൊ ഇതൊക്കെ ഇട്ട് വേണം തിരിച്ചു വരാൻ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതാണ് മെറ്റേണിറ്റി ബാഗിന്റെ വീഡിയോ. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞിന് വേണ്ടി ഒന്നും വാങ്ങിച്ചിട്ടില്ല. നമ്മൾ പഴയ മുണ്ടും പിന്നെ സ്വാഡിൽ ക്ലോത്ത് 2 എടുക്കുന്നുണ്ട്. അതും ഓൺലൈൻ ഞാൻ വാങ്ങിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ കാരണം പെട്ടെന്ന് കടയിൽ പോയി വാങ്ങിക്കുക അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫാർമസി പോയി വാങ്ങിച്ചാൽ എൻ്റെ കുറച്ച് അറിയാവുന്ന ഫ്രണ്ട്സ് പറഞ്ഞു ചിലപ്പം അത് കുഞ്ഞിന് അലർജി വരാൻ സാധ്യതയുണ്ട്, കാരണം അത് ഓൾറെഡി വാഷ്ഡ് അല്ലാത്തതുകൊണ്ട്. നമ്മൾ സ്വാഡിൽ ക്ലോത്ത് വാങ്ങിച്ച് 2 വാഷ് ചെയ്ത് അതും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ബോട്ടിൽസും ഡയപ്പേഴ്സും ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ, കാരണം കുഞ്ഞിന്റെ ഡയപ്പറൊക്കെ നമുക്ക് സൈസ് അറിയാൻ പറ്റത്തില്ല. അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സൈസ് വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കഴിവതും അവോയ്ഡ് ചെയ്യുക കുഞ്ഞിന് വാങ്ങിക്കുമ്പോൾ, കാരണം അത് അറിയാലോ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇനി എന്തൊക്കെ ഇതുണ്ടെന്ന് പറഞ്ഞാൽ പോലും പ്ലാസ്റ്റിക് നല്ലതല്ല. മാക്സിമം മറ്റേ നമുക്കിപ്പോ പുതിയ എന്താ സ്റ്റീലിന്റെ ബോട്ടിൽസ് കിട്ടും, അപ്പൊ അത് മാക്സിമം യൂസ് ചെയ്യുക എല്ലാവരും. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ മെറ്റേണിറ്റി ബാഗിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. ഇതൊക്കെ ഞാൻ ബേസിക് കരുതുന്നുള്ളൂ. കുഞ്ഞിന് വേണ്ടിയുള്ള ചെക്ക് ലിസ്റ്റും ഹോസ്പിറ്റലിൽ തന്നായിരുന്നു. അതിൽ അവർ ക്യാപ്പ് പറഞ്ഞിട്ടുണ്ട്, സ്വാഡിൽ ക്ലോത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഡ്രസ്സ്, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് പറഞ്ഞത് വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ ഫാർമസിയിലൊക്കെ അവൈലബിൾ ആണ്. സോ അതാണ് നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ. അങ്ങനെ ഗായത്രി അടിപൊളിയായിട്ട് ഈ വീഡിയോ എല്ലാം ചെയ്തു, നല്ല രീതിയിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. കാരണം ഇത് നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലേ, കാരണം നമ്മുടെ ഫസ്റ്റ് ബേബി. അപ്പം ഞാനും ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ആവും ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഗായത്രി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സമയത്ത് ഓടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മള് ആ സമയത്ത് അങ്ങനത്തെ ഒരു ചിന്തയിലായിരിക്കത്തില്ല, കാരണം എങ്ങനെയാണ് അമ്മ സേഫ് ആണോ, കുഞ്ഞ് സേഫ് ആണോ, എപ്പോഴാണ് എന്താ നടക്കാൻ പോകുന്നത് ഒന്നും അറിയത്തില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഇത് കൊണ്ടുപോവാ, അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ തലയിൽ ഇതൊന്നും ഓടത്തില്ല. പക്ഷെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെക്ക് ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് എവിടെയും ഓടണ്ട. നമുക്ക് ഇതാണ് സാധനം എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട് ഉണ്ട്, അതൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ചില ഹോസ്പിറ്റൽസ് ഒക്കെ അവിടെ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾ കൊണ്ടുപോകുന്ന എപ്പോഴും നല്ലതായിരിക്കും. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അതെ അതെ, എല്ലാവർക്കും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. കൂടാതെ ഗായത്രി, അപ്പം എനിക്കറിയത്തില്ല, പിന്നെ ആദ്യമായിട്ട് ഞാൻ അന്ന് എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അച്ഛനാകാൻ പോവാണ്,
അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. എനിക്കറിയാം ഈ എന്താ പറയുന്നത്, പ്രഗ്നൻ്റ് ആകുന്ന ലേഡീസ് അവരിങ്ങനെ പുറത്ത് കാണിക്കുവാണെങ്കിലും എന്തുമാത്രം പെയിനാണ് അവർക്കുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ആക്ച്വലി. കാരണം ആ ഒരു സ്റ്റേജിൽ കൂടെയാണ് അവരെല്ലാം കടന്നു പോകുന്നത്. കാരണം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ വയറിലൊക്കെ കൊച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ആടുമ്പോഴത്തേക്കും ഭയങ്കര വേദന വിവേകം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കൊന്നും ഞാൻ ആശ്വസിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കൂടാതെ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സപ്പോർട്ടാണ്. അപ്പോൾ ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആക്ച്വലി എല്ലാം മറന്ന് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ എല്ലാം അടിപൊളിയാകും. പക്ഷെ നമ്മൾ ഈ സമയത്ത് എനിക്കൊന്ന് കുഞ്ഞുങ്ങളെക്കാളും കഷ്ടമായിട്ടായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. നമുക്ക് ഭയങ്കര കെയർ വേണം തോന്നും. അപ്പം എല്ലാ ഹസ്ബൻഡ്സും ആര് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വൈഫിനെ സപ്പോർട്ട് ചെയ്യണം, സ്നേഹിക്കണം, ആക്ച്വലി കെയർ ചെയ്യണം. എന്ത് ഇമോഷൻസ് ആണെങ്കിലും കെയർ ചെയ്യണം. അപ്പം എന്താ പറയുക, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ തന്നെ ഭയങ്കര സ്ട്രെങ്ത് ആവും. അതൊരു വേറെ ലെവൽ ഫീലിംഗ് ആണ് വൈഫിനുണ്ടാവുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഫീൽ ആകത്തില്ല, കാരണം നിങ്ങൾ അത്രയും പെയിനിൽ കൂടെ പോകുന്നില്ല, പിന്നെ എന്താ പറയാ മൂഡ് സ്വിങ്സ് കൂടെ പോകുന്നില്ല. ഓരോ നമ്മുടെ വയറിലാണല്ലോ ഉള്ളത് കുഞ്ഞ്. അപ്പൊ നമുക്ക് അതിന്റെ അപ്പം നിങ്ങൾ എന്ത് ഒരു കുഞ്ഞു കാര്യം ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര വലിയൊരു ഇമ്പാക്ട് ഉണ്ടാവും. അതുമല്ല വൈഫിനെ കെയർ ചെയ്യാം. അതുമല്ല ഇത് സത്യം പറഞ്ഞാൽ നമുക്കൊരു സ്പെഷ്യൽ മൊമെന്റും കൂടെയാണ്. കാരണം നമുക്ക് ഇത് എങ്ങനെ അടിപൊളിയാക്കണം എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം നമ്മൾ അത് പുറത്ത് നമുക്ക് ഉണ്ടാകത്തില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ എങ്ങനെ ഉണ്ടാവും, അയ്യോ ഇതൊരു അടിപൊളിയാണ്. പിന്നെ ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പക്ഷെ ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനത്തെ ഒരു മൊമെന്റ് ഒരിക്കലും കിട്ടത്തില്ല. കാരണം രണ്ടാമത്തെ ഒരു കുട്ടിയാണെങ്കിൽ ആണെങ്കിൽ പോലും നമുക്ക് ആ എക്സൈറ്റ്മെന്റ് സെക്കൻഡ് ബേബിയാണെന്നുള്ളത്. പക്ഷെ ഫസ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം എൻ്റെ ഒരു ചോര നമുക്ക് വേണ്ടി വരുന്ന ഒരാള് എന്ന രീതിയിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ നമുക്ക് അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ മൊമെന്റും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കുറവാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയും പുതിയൊരു ഗുഡ് ന്യൂസ് ആയിട്ട് വരുന്നവരെ ബൈ ബൈ.